നമസ്കാരം. ദക്ഷിണാഫ്രിക്കയിൽ T20 പരമ്പര നേടാൻ നിർണായകമായ 4ാം മത്സരത്തിന് ഇറങ്ങുകയാണ് ഇന്ത്യ. ആദ്യ മത്സരത്തിൽ 61 റൺസിന് ജയിച്ച ഇന്ത്യ 2ാം മത്സരത്തിൽ 3 വിക്കറ്റിന് തോറ്റു. 3ാം മത്സരത്തിൽ 11 റൺസിന് ജയിച്ച ഇന്ത്യ പരമ്പരയിൽ 2-1 മുന്നിലാണ്. ഇന്ന് ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. എന്നാൽ നിർണായക പോരാട്ടത്തിന് ഇറങ്ങും മുമ്പ് ഇന്ത്യക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. 3ാം മത്സരത്തിൽ സെഞ്ചുറി നേടിയ തിലക് വർമ്മ 4ാം T20 കളിക്കുന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 3ാം T20യിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെ തിലകിന് തലക്ക് പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ തിലക് 4ാം മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് അത് വലിയ തിരിച്ചടിയാവാനാണ് സാധ്യത. ബൗണ്ടറി ലൈനിൽ ക്യാച്ചിന് ശ്രമിക്കവെയാണ് തിലക് തലയിടിച്ച് വീണത്. എന്നാൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് തിലകിന്റെ പരിക്ക് ഗുരുതരമല്ല. എന്നാൽ തിലക് കളിക്കുന്ന കാര്യത്തിൽ സ്ഥിരീകരണം നൽകാൻ ടീം മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. തിലക് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക താരമാണ്. മികച്ച ഫോമിൽ കളിക്കുന്ന തിലകിന് 4ാം മത്സരത്തിൽ നിർണായക റോളാണ് ഉള്ളത്. എന്നാൽ പരിക്കിനെ തുടർന്ന് തിലകിന് വിട്ടുനിൽക്കേണ്ടി വന്നാൽ ഇന്ത്യക്ക് അത് കടുത്ത തിരിച്ചടിയാകും. തിലക് 3ാം നമ്പറിൽ ഇറങ്ങിയാണ് തകർപ്പൻ പ്രകടനം നടത്തിയത്. തിലകിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് പറയുമ്പോഴും തലക്കേറ്റ പരിക്ക് താരത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. എന്തായാലും തിലകിന് 4ാം മത്സരം കളിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യക്ക് അത് വലിയ തിരിച്ചടിയാവുമെന്നത് ഉറപ്പാണ്. സെഞ്ചുറിയോടെ മിന്നിച്ചു നിൽക്കുന്ന താരത്തെ മാറ്റി പുതിയൊരു താരത്തെ കൊണ്ടുവരുമ്പോൾ തിലകിന്റെ അതേ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. തിലക് വർമ്മയ്ക്ക് പരിക്കേറ്റ് വിശ്രമം വേണ്ടി വന്നാൽ പകരം ആരെ ഇന്ത്യ കളിപ്പിക്കുമെന്നതാണ് പ്രധാന ചോദ്യം. ജിതേഷ് ശർമ്മയെ ഇന്ത്യ നിർണായക മത്സരം കളിപ്പിക്കാനാണ് സാധ്യത. ജിതേഷ് കഴിഞ്ഞ 2 T20 പരമ്പരകളിലും ഇന്ത്യൻ ടീമിൽ ഉണ്ടെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യ 4ാം മത്സരത്തിൽ ജിതേഷിനെ കളിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ. സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും ഒന്നിച്ചു കളിക്കാനാണ് സാധ്യത. എന്നാൽ തിലകിന്റെ വിടവ് നികത്തുന്ന പ്രകടനം നടത്താൻ ജിതേഷിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയണം. എന്തായാലും തിലക് കളിക്കാതിരുന്നാൽ ഇന്ത്യയെ അത് കാര്യമായി ബാധിച്ചേക്കും. ഇന്ത്യ ജയിച്ച 2 മത്സരത്തിലും സെഞ്ചുറി നേടാൻ താരങ്ങൾക്കായിരുന്നു. ആദ്യ മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടിയപ്പോൾ 3ാം മത്സരത്തിൽ തിലക് സെഞ്ചുറി നേടിയിരുന്നു. 4ാം മത്സരത്തിൽ ആരാവും സെഞ്ചുറിയോടെ ഇന്ത്യയുടെ വിജയശില്പിയാവുക എന്നത് കണ്ടറിയണം. ജോനസ്ബർഗിൽ റണ്ണൊഴുകുന്ന പിച്ചാണ്. 175 റൺസാണ് ഇവിടുത്തെ ശരാശരി സ്കോർ. എന്നാൽ പേസർമാർക്ക് സ്ലോ ബൗളിങ്ങിലൂടെ വിക്കറ്റ് നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇന്ന് കരുതി ഇറങ്ങണം. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്ന് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതായുണ്ട്. അല്ലാത്ത പക്ഷം നാട്ടിൽ പരമ്പര കൈവിടേണ്ടതായി വരും. ഈ സാഹചര്യത്തിൽ ദക്ഷിണാഫ്രിക്ക ശക്തമായ പോരാട്ടം ഇന്ത്യക്ക് മുന്നിൽ കാഴ്ചവെക്കുമെന്ന് തന്നെ പറയാം. തിലക് കളിക്കാതിരുന്നാൽ ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും കൂടുതൽ മികവ് കാട്ടേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം.